സ്റ്റേ ഹൈഡ്രേറ്റഡ് എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ട് കഴിഞ്ഞു വരുന്ന ഓരോ ദിവസങ്ങളും എനിക്ക് ഭയങ്കര എനർജറ്റിക് ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ വെള്ളം കുടിക്കണം എന്നുള്ളൊരു ചിന്ത എനിക്ക് തന്നെ വരാറുണ്ട്. അപ്പം മനസ്സ് നിറഞ്ഞ് സന്തോഷമായിട്ട് ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കും. മാത്രമല്ല എൻ്റെ തലവേദനയുടെ ആ ഡ്യൂറേഷൻ ഇപ്പോൾ ശരി കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഞാനൊരു ടെക്നിക്ക് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ഈ ഉറക്കത്തിൽ വശക്കേടിലൊക്കെ ഉറങ്ങുമ്പോഴേ നമുക്ക് നെക്കൊക്കെ ചെറിയ പെയിൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് ചെറിയൊരു വേദന ട്രിഗർ ആയിക്കഴിഞ്ഞാൽ എനിക്ക് അപ്പം തലവേദന തുടങ്ങും. അപ്പോൾ ഞാൻ പയ്യെ കഴുത്തൊക്കെ ഒന്ന് റൊട്ടേറ്റ് ഒക്കെ ചെയ്ത് ഒന്ന് പ്രാർത്ഥിച്ച് കൈയും കാലൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് സ്ട്രെച്ച് ചെയ്തൊക്കെ എണീക്കും. എന്നിട്ട് നല്ല മഴയുള്ള ദിവസമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇറങ്ങി ഞാൻ വരണ വഴിക്ക് ജനലിൽ ഇങ്ങനെ മഴത്തുള്ളികൾ ഇരിക്കുന്നുണ്ടപ്പോൾ എനിക്കൊരു രസം തോന്നി. അപ്പോൾ അതിൽ ചെറിയൊരു ചുമരും നിങ്ങളെന്ന് കാണിച്ചതാണ്. എന്നിട്ട് ഞാൻ നേരെ ഇറങ്ങി താഴെ പോയി. എന്നിട്ട് ഇന്ന് കഴിക്കാനുണ്ടാക്കിയത് ചപ്പാത്തി ദാലുണ്ടായിരുന്നു. ചപ്പാത്തി ഞാൻ പുറത്തുനിന്ന് വാങ്ങിയത്, ദാൽ കറി ഉണ്ടാക്കി, പരിപ്പ് കറി പ്ലസ് നമ്മുടെ ഗ്രീക്ക് യോഗട്ടാണ്. എനിക്ക് ചപ്പാത്തി എന്ന് പറയുമ്പോൾ പണ്ട് ചപ്പാത്തി കഴിക്കൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. എൻ്റെ അനിയൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ചപ്പാത്തിയും പരിപ്പും. അപ്പം സൺഡേസിലൊക്കെ പണ്ട് കൊച്ചായിരുന്ന സമയത്തൊക്കെ വീട്ടിൽ ചപ്പാത്തി അമ്മ ഉണ്ടാക്കും. എൻ്റെ അമ്മ ഒരു പരിപ്പ് കറി ഉണ്ടാക്കും. പരിപ്പ് ഇങ്ങനെ കുത്തിക്കാശി നല്ല ഉണക്കമുളകിൻ്റെ പൊടിച്ച് ക്രഷ്ഡ് ചില്ലിയൊക്കെ ഇട്ടിട്ടേ ഭയങ്കര രുചിയാണ്. ആ ടേസ്റ്റുള്ള പരിപ്പ് കറിയൊക്കെ നമ്മൾ തലകുത്തി എന്നാലും ഉണ്ടാക്കാൻ പറ്റില്ല. അതിൻ്റെ കളറ് കാണാനൊരു രസമായിരുന്നു. അമ്മ അധികം ഒരു പ്രത്യേക രീതിയിൽ അമ്മ ഉണ്ടാക്കായിരുന്നു. ഓക്കെ, അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് കഴിച്ചു. എന്നിട്ട് ജോലിക്ക് പോകാൻ ഇറങ്ങി. അപ്പോൾ ഇന്ന് ഞാൻ ഹെയർ വാഷ് ചെയ്ത ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുടിയൊക്കെ ഒന്ന് ചെറിയൊരു കുളിപ്പിന്നിലൊക്കെ ഇങ്ങനെ പിന്നിട്ടിട്ട് ഞാൻ നേരെ ജോലിക്കാൻ ഇറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഒരു മഴയുള്ള ദിവസമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അടഞ്ഞ ക്ലൈമറ്റാണ്. എനിക്ക് പൊതുവേ നാട്ടിൽ മഴ പെയ്യുന്ന ഇഷ്ടമാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം മഴ എനിക്കിപ്പോൾ തീരെ ഇഷ്ടമല്ല. കാരണം ഭയങ്കര തണുപ്പാണ്. ചെറിയൊരു മഴ വരുമ്പോഴേക്കും തണുപ്പാണ് മുന്നേ നിൽക്കണേ. അപ്പോൾ നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ മരവിച്ച് ഒരുമാതിരി ഭയങ്കര ഇങ്ങനെ രക്തം കൊടുത്തു നിൽക്കും. അപ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എനിക്ക് പൊതുവേ എനിക്ക് തണുപ്പ് അലർജിയുള്ള കൂട്ടത്തിലാണ്. പിന്നെ സാഹചര്യമല്ലേ, നമ്മളതൊക്കെ ആയിട്ടെങ്കിൽ പൊരുത്തപ്പെട്ട് പോകണ്ടേ. എന്നാലും വന്നതിൽ നിന്ന് ഞാൻ കുറേയൊക്കെ ഇപ്പോൾ പ്രതിരോധിച്ച് പഠിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ട് പൂക്കളൊക്കെ വന്നതിന് ശേഷം പെട്ടെന്ന് 2 ദിവസം തണുപ്പായപ്പോഴേക്കും ആ പൂക്കളൊക്കെ കുറേ കരിഞ്ഞ് ഉണങ്ങിയൊക്കെ പോകുന്ന കണ്ടു. പിന്നെ അങ്ങനെ ജോലിക്ക് പോവാണ്. അപ്പോൾ ഇന്നെന്താണ് ജോലിക്ക് പോയിട്ട് പ്രത്യേകിച്ച് പരിപാടികളിൽ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വൈകുന്നേരം എനിക്ക് ഇച്ചിരി ഷോപ്പിംഗ് ഉണ്ട്. ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്തൊരു ഇന്ത്യൻ സ്റ്റോറുണ്ട്. അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പം അത് ഞാൻ പറ്റുവാണെങ്കിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ ജോലിക്കൊക്കെ പോയതിന് ശേഷം എനിക്ക് ഉച്ചയ്ക്ക് വിശക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വെജിറ്റബിൾ പിസ്സ വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. അങ്ങനെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞിറങ്ങി. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിൽ വന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. എന്താണെന്നറിയാം, നമ്മൾ സാധാരണ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകേണ്ട വേറെ ഷോപ്പാണല്ലോ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലേ, ലിഡിലൊക്കെയാണ് പോണത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എപ്പോഴും അവിടെ കാണുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇവിടുത്തെ ബ്രിട്ടീഷുകാർ യൂസ് ചെയ്യുന്ന കുറേ ഐറ്റംസ്, ഈവൻ ഫുഡും ആണെങ്കിൽ പോലും കുക്കീസ്, ക്രസൻസ്, ഇങ്ങനെയുള്ള കുറേ ഒത്തിരി സ്വീറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ എൻ്റെ ഒരു സങ്കടം തീർക്കാൻ വേണ്ടി ഞാൻ നേരെ ഇങ്ങോട്ട് വെച്ച് പിടിക്കും കേട്ടോ. ഇവിടെ വരുമ്പോൾ നമ്മുടെ നാട്ടിലൊരു കടയിൽ പോയി ഫീലാണ്. നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അച്ചപ്പം, കൊഴലപ്പം, മുറുക്ക്, നമ്മുടെ നാട്ടിലെ തേയിലപ്പൊടി, ഇങ്ങനെയുള്ള സകലമാന കിട്ടുതാപ്പുകൾ ഇവിടെ കിട്ടും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം കേട്ടോ. പക്ഷേ ഞാൻ ഇന്ന് വന്നിട്ട് തേയില വാങ്ങി. തേയില എന്ന് പറയുമ്പോൾ എനിക്കെന്തോ ഇവിടുത്തെ തേയില 1-2 കഴിച്ചപ്പോൾ മനസ്സിന് പിടിച്ചില്ല, ഇഷ്ടപ്പെട്ടില്ല, വയറിനും പിടിച്ചില്ല. അപ്പം ഞാൻ ഇവിടുന്ന് റെഡ് ലേബിളിൻ്റെ ഒരു മസാല ടീ പൗഡർ മേടിക്കും. ഇഞ്ചിയും തുളസിയൊക്കെ ഇട്ടിട്ടുള്ള നല്ല സുഖമാണ് അതിൻ്റെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് വാങ്ങി. പിന്നെ ഞാൻ ഒരു സോഡ പൗഡറില്ലേ, ബേക്കിംഗ് സോഡ, അത് വാങ്ങി. പിന്നെ വേണ്ട എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് ആണ്. എൻ്റെ മാത്രമല്ല, എൻ്റെ അവയുടെ ഫേവറേറ്റ് ആണ് ഈ കപ്പലിൻ്റെ മിഠായിയൊക്കെ. എനിക്ക് കപ്പലിൻ്റെ മിഠായിനേക്കാൾ ഇഷ്ടം നമ്മുടെ മിച്ചർ മിഠായി ഇല്ല, അതാണ്. പക്ഷെ അത് കണ്ടത് ഞാനത് വാങ്ങിയാൽ അത് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ സ്വീറ്റ്സ്, പിന്നെ പൊടികൾ, എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. UK വരുന്നവർക്ക് ഇന്ത്യൻ സാധനങ്ങൾ അങ്ങനെ മിസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് മെനക്കെട്ടാൽ ഇതൊക്കെ ഒരു ദൂരപരിധിക്കുള്ളിൽ ഇത് അവൈലബിൾ ആണ്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു വരികയാണ്. നമ്മുടെ റോസ്മേരി ആണ് കേട്ടോ, പൂത്ത് നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാന്ന് നോക്കി. അങ്ങനെ ആടി വല്ല ഞാൻ വീട്ടിൽ വരികയാണ്. വീടിൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് കൺസ്ട്രക്ഷൻ പരിപാടികൾ നടക്കുന്നുണ്ട്. തന്നെ ഇങ്ങനെ മൊത്തത്തിൽ റെഡ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നൈറ്റിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മളെ തന്നെ നോക്കുമ്പോൾ ഒരു പ്രത്യേക രസം കാണാൻ വേണ്ടിയിട്ട് ഒരു വൈബാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് വീട്ടിൽ വന്നു. പിന്നെ വീട്ടിൽ വന്നിട്ട് എന്താണെന്നും പ്രത്യേകിച്ച് ഒന്നും കഴിച്ചില്ല കേട്ടോ. ഞാനൊരു ഗ്ലാസ് പാല് കാച്ചി കുടിച്ചു. എന്നിട്ട് പിന്നെയും കുറച്ച് വെള്ളം കൂടി കുടിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. എന്നിട്ട് അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടാട്ടോ കിടന്നുറങ്ങിയത്. എല്ലാവരും ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് കിടക്കണം, അല്ലേ നമ്മൾ ദുസ്വപ്നകൾ കാണും. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. പിന്നെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഇങ്ങനെ അന്നത്തെ കാര്യങ്ങളൊക്കെ സ്വയമേ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിക്കും. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. നാളത്തെ വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.